പ്രിയപ്പെട്ട കുട്ടികളെ, ഈസി ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന കവിതയുടെ അപ്രീസിയേഷനാണ്. അപ്പോൾ ഈ ഒരു കവിത ലൈൻ ബൈ ലൈനായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. ഇനി അത് മാത്രമല്ല, 1 തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ഇത് ലഭ്യമാണ്. ഇനി ഈ ഒരു അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഫെബിൻ സാറാണ്. സോ അദ്ദേഹത്തോട് ഈസി ഇംഗ്ലീഷിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നേരെ നമുക്ക് ഈ ഒരു അപ്രീസിയേഷൻ നോട്ടിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. സോ നമ്മൾ ഏതൊരു കവിതയുടെ അപ്രീസിയേഷൻ ചോദിച്ചാലും ആദ്യം വേണ്ടത് ഒരു ഹെഡിങ് ആണ്. സോ വളരെ സിമ്പിളായിട്ടുള്ള ഹെഡിങ്ങാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് കവിതയാണെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ട് എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ അണ്ടർലൈൻ ചെയ്താൽ മതി, അപ്രീസിയേഷനായിട്ട്. പിന്നെ നിങ്ങൾക്കിത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാനും ഒക്കെയാണ് ഞാനിങ്ങനെ പോയിൻ്റ് ആക്കി കൊടുത്തിട്ടുള്ളത് കണ്ടോ. പക്ഷേ നിങ്ങൾ ഒരിക്കലും പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഇങ്ങനെ പോയിൻ്റ് ആക്കി എഴുതരുത്. അത് പാരഗ്രാഫാക്കി തിരിച്ച് വേണം എഴുതാൻ. അങ്ങനെ എഴുതിയില്ലെങ്കിൽ മാർക്ക് ഒരു പക്ഷേ കുറയാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് പാരഗ്രാഫായിട്ട് തിരിച്ചെഴുതുക. നമുക്ക് നേരെ അപ്രീസിയേഷനിലേക്ക് വരാം. ദ വെൽ നോൺ സ്പീച്ച് ദറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ഈസ് ഡെലിവേർഡ് ബൈ മാർക്ക് ആൻ്റണി ഇൻ വില്യം ഷേക്സ്പിയേഴ്സ് പ്ലേ ജൂലിയസ് സീസർ. വെൽ നോൺ എന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് ദറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ, ഈ പേരിൽ തുടങ്ങുന്ന ഈ സ്പീച്ച് ഡെലിവർ ചെയ്തതെന്ന് പറഞ്ഞാൽ സ്പീച്ച് പറഞ്ഞത് മാർക്ക് ആൻ്റണിയാണ്. ഇൻ വില്യം ഷേക്സ്പിയേഴ്സ് പ്ലേ ജൂലിയസ് സീസർ, വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിലാണിത് ഉണ്ടാവുന്നത്, ഇത് പറയുന്നത്. ഇനി ഷേക്സ്പിയർ വാസ് എ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ്. അപ്പോൾ ഷേക്സ്പിയർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെൽ നോട്ടഡ് എന്നോ എമിനൻ്റ് എന്നോ എന്നൊക്കെ പറയാം കേട്ടോ. പ്ലേ റൈറ്റാണ്, പോയറ്റാണ്, പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രമാറ്റിസ്റ്റ്, ആക്ടറുമായിരുന്നു ആൻഡ് ആക്ടർ. ഹീ ഈസ് ഓൾസോ നോൺ ആസ് ദ ബാർഡ് ഓഫ് എവൻ. ഇദ്ദേഹത്തെ ദ ബാർഡ് ഓഫ് എവൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൂട്ടം ക്രിട്ടിക്സ് ഇദ്ദേഹത്തെ ദ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡ്രമാറ്റിസ്റ്റ് അങ്ങനെയും വിളിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് ഡീറ്റെയിൽസ് ഓതറിൻ്റെ ഇത് ചേർക്കേണ്ടതില്ല, ഇത്രയും മതി. ഇനി ബാക്കി നേരെ നമ്മൾ കവിതയിലേക്കാണ് വരേണ്ടത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്കാണ് വരേണ്ടത്. ഇൻ ദിസ് സ്പീച്ച് ആൻ്റണി ടോക്സ് അബൌട്ട് ലോയൽറ്റി, ബിട്രയൽ ആൻഡ് ജസ്റ്റിസ്. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മുടെ പ്രതിബദ്ധത എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഒരു എന്താ പറയുക, ഒരു നമ്മുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത, അതല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനോട്, നേതാക്കന്മാരോട്, നമ്മുടെ ഭരിക്കുന്നവരോട്. സോ അതാണ് ലോയൽറ്റി. പിന്നെ ബിട്രയൽ, അത് എന്താണ്? ഒരു ചതിക്കുന്ന കാര്യമാണ്. നമ്മൾ ബിട്രേ ചെയ്യുക എന്ന് പറയുന്നത് വഞ്ചനയാണ്, ചതി, വഞ്ചന ഒക്കെ. അതുപോലെ തന്നെ ജസ്റ്റിസ്. സോ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പരാമർശിക്കുന്നുണ്ട്. ഹി പ്രൈസസ് സീസേഴ്സ് ഗുഡ് ക്വാളിറ്റീസ്. പ്രൈസസ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക. സീസറിൻ്റെ ഗുഡ് ക്വാളിറ്റീസ് ആൻ്റണി പുകഴ്ത്തുന്നുണ്ട്. ആൻഡ് ആസ്, അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ട്, ഇഫ് കില്ലിങ് ഹിം വാസ് ദ റൈറ്റ് ഡിസിഷൻ. അദ്ദേഹത്തെ കൊല്ലാൻ ഇടയാക്കിയ ആ ഒരു തീരുമാനം അതൊരു റൈറ്റ് ഡിസിഷൻ ആയിരുന്നോ, അതൊരു നല്ല തീരുമാനമായിരുന്നോ? അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ, സീസറിൻ്റെ ഫ്യൂണറൽ അതായത് ഈ ശവസംസ്കാര ചടങ്ങിൽ, മാർക്ക് ആൻ്റണി ഗീവ്സ് എ വെരി ഇമോഷണൽ സ്പീച്ച്. വളരെ ഇമോഷണലായ ടച്ചിങ് ആയ ഒരു സ്പീച്ചാണ് ഡെലിവർ ചെയ്യുന്നത്. ഹി ടോക്സ് അബൌട്ട് സീസേഴ്സ് കൈൻഡ്നെസ് ആൻഡ് ഗുഡ് ലീഡർഷിപ്പ്. അതിൽ സീസറിൻ്റെ കൈൻഡ്നെസ്, ദയ, ഗുഡ് ലീഡർഷിപ്പ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. സ്ലോലി ഹി മേക്സ് ദ പീപ്പിൾ ഫീൽ സാഡ് ഫോർ സീസർ. പതുക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആൻ്റണി ഇതൊക്കെ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ആൻ്റണി സംസാരിക്കുന്നതിന് മുൻപ് എന്താണ്, ജനങ്ങളുടെ മനസ്സിൽ സീസർ ഒരു ചതിയനാണ്. എന്നാൽ ആ ഒരു ചിന്തയെ പതുക്കെ ഒരു വെർബൽ ഐറണിയിലൂടെ ഇദ്ദേഹം ഇങ്ങനെ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ സീസറിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പതുക്കെ ആരായിരുന്നു സീസർ എന്ന് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു ആൻ്റണി ചെയ്തത്.
ഹി ടോക്സ് അബൌട്ട് സീസേഴ്സ് കൈൻഡ്നെസ് ആൻഡ് ഗുഡ് ലീഡർഷിപ്പ്. അദ്ദേഹത്തെ ഗുഡ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സ്ലോലി പതുക്കെ ഹി മേക്സ് ദ പീപ്പിൾ ഫീൽ സാഡ് ഫോർ സീസർ. അങ്ങനെ പതുക്കെ എന്താണ് ജനങ്ങൾ സീസറിനെ ആലോചിച്ച് വിഷമം തോന്നി. ഇനി ബൈ യൂസിങ് ക്ലെവർ വേർഡ്സ്, നല്ല ക്ലെവറായ കണ്ണിങ്ങായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആൻഡ് സ്ട്രോങ് ഇമോഷൻസ്, നല്ല ഇമോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആൻ്റണി മേക്സ് ദ ക്രൗഡ് ക്വസ്റ്റ്യൻ ദ കോൺസ്പിറേറ്റേഴ്സ്. പതുക്കെ പതുക്കെ ആൻ്റണി എന്തായി, ക്രൗഡിനെ നേരെ ട്രാൻസ്ഫോം ചെയ്തു, അവരുടെ ഇമോഷൻസ് ട്രാൻസ്ഫോം ചെയ്ത് കോൺസ്പിറേറ്റേഴ്സ്, ഗൂഢാലോചന നടത്തിയ ബ്രൂട്ടസ് ഉൾപ്പെടെയുള്ള കാഷ്യസ് ബ്രൂട്ടസ് ഉൾപ്പെടെയുള്ള ആ ഒരു സംഘത്തിനെതിരെ പിന്നെ ജനങ്ങളെ ചോദ്യം ചെയ്യാൻ, അതുപോലെ തന്നെ ഇതിന് പിന്നെ ഇവിടെ ഇദ്ദേഹത്തെ വധിച്ച ആളെ, അതായത് സീസറിനെ വധിച്ച ആൾക്കാർക്കെതിരെ എന്താണ് ഇതിന് പ്രതികാരം ചെയ്യാൻ വരെ ആൾക്കാർ തുനിയാൻ മാത്രം എന്താണ് വാക്കുകളുടെ വാക്ചാതുരി ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾ തൻ്റെ സ്പീച്ച് മനോഹരമായി ഉപയോഗപ്പെടുത്തി. അങ്ങനെ സീസറിനെ വെറുത്ത ആൾക്കാർ സീസറിനെ ഇഷ്ടപ്പെട്ടു. സീസറിനെ ചതിച്ചു കൊന്ന ആൾക്കാരെ എന്താണ് അറ്റാക്ക് ചെയ്യാൻ മാത്രം ആൾക്കാരിൽ ഇമോഷൻ ഇദ്ദേഹം നിറയ്ക്കുകയും ചെയ്തു. ഇനി നോക്കുക, ഹി കീപ് സെയിങ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. അതെങ്ങനെ പറയുന്നുണ്ട്, ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ, ബ്രൂട്ടസ് ഒരു നല്ല മനുഷ്യനാണ് അല്ലേ, ഓണറബിൾ ആയിട്ടുള്ള ആളാണ്. ബട്ട് ഹി ആക്ച്വലി മീൻസ് ദി ഓപ്പോസിറ്റ്. അതാണ് വെർബൽ ഐറണി. ഒന്ന് പറയുന്നു പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് അർത്ഥമാക്കുന്നത്. ഹി ഹിൻസ്, അതും സൂചന നൽകുന്നുണ്ട്, ആൻ്റണി സൂചന നൽകുന്നുണ്ട് ദാറ്റ് ബ്രൂട്ടസ് ആൻഡ് ദി അതേഴ്സ് വെർ റോങ്. ബ്രൂട്ടസും കൂട്ടാളികളും കോൺസ്പിറേറ്റേഴ്സ് റോങ് ആയിരുന്നു. ബിക്കോസ് ഓഫ് ആൻ്റണീസ് കണ്ണിങ് സ്പീച്ച്, ആൻ്റണിയുടെ ഈ ക്ലെവർ കണ്ണിങ് സ്പീച്ചിലൂടെ ദ പീപ്പിൾ ബിക്കം ആംഗ്രി. ജനങ്ങൾ എന്താവുന്നു, ദേഷ്യപ്പെടുന്നു. വിത്ത് ദ കോൺസ്പിറേറ്റേഴ്സ്, ഗൂഢാലോചനക്കാർക്കെതിരെ. ആൻഡ് ടേൺ അഗെയിൻസ്റ്റ് ദം, അവർക്കെതിരെ തിരിയുന്നു. ദേ വൗ ടു അവെഞ്ച് സീസേഴ്സ് അസാസിനേഷൻ. അവർ തീരുമാനമെടുക്കുന്നു, അവർ പിന്നെ എന്താണ് സ്വയർ ചെയ്യുന്നു, ആണയിടുന്നു. വൗ എന്ന് പറഞ്ഞാൽ സ്വയറാണ്, ആണയിടുന്നു. ടു അവെഞ്ച്, അവെഞ്ച് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് റിവെഞ്ച് ഓൺ, റിവെഞ്ച് എടുക്കുക. റിവെഞ്ച് നൗണാണ്, അവെഞ്ച് വെർബാണ്. ഓക്കെ, സോ റിവെഞ്ച് പ്രതികാരം എടുക്കാൻ സീസറിൻ്റെ അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ മേർഡർ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. സോ ഈ ഒരു മേർഡർ, ഈ ഒരു കൊലപാതകത്തിന് തിരിച്ചടി കൊടുക്കാൻ ഇവർ തീരുമാനമെടുക്കുന്നു ഈ ജനങ്ങൾ. സോ ഇതാണ് ഇതിൻ്റെ ഒരു വളരെ ഷോർട്ടായ സമ്മറി. ഇത്രയും ഭാഗം ഒരു പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിച്ചിരുന്ന ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് ഏതെങ്കിലും ഒരു ഭാഗം, സാധാരണ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് വരെ എന്താണ് ഒരു ഭാഗം തരും, എന്നിട്ട് ആ ഭാഗത്തുനിന്ന് പിന്നെ അപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞത്. സോ അവിടെ നിങ്ങൾക്ക് പിന്നെ ഇതുവരെയുള്ള രീതി അനുസരിച്ച് എന്താണ് അവിടെ ലൈൻസ് ഉണ്ടായിരിക്കും. സോ അതിൽ നിന്ന് നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ച് എടുത്ത് എഴുതാം. സോ അതിന് മുമ്പ് കവിത ശരിക്കും പഠിക്കണം, എന്നാലേ ലൈൻസ് കാണുമ്പോൾ അവിടെ ഏതൊക്കെ ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. സോ ഇവിടെ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയിറ്ററി ഡിവൈസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ദ സ്പീച്ച് കൺസിസ്റ്റ് ഓഫ് മെനി ലിറ്റററി ഡിവൈസസ്. ഒരുപാട് ലിറ്റററി ഡിവൈസസ് ഈ സ്പീച്ചിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ലൈക്ക് ഐറണി, അതിലൊന്നാണ് ഐറണി. ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ വെർബൽ ഐറണി. നോക്കൂ, ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. അതാണ് ഒന്ന്. ഐറണി എന്ന് പറയുന്നത് ഒന്ന് പറയാൻ നേരെ ഓപ്പോസിറ്റ്. സോ അതായത് ഇവിടെ ആൻ്റണി പറയുന്നുണ്ട്, ഐ കം ടു ബറി സീസർ, സീസറിനെ ബറി ചെയ്യാൻ, അടക്കം ചെയ്യാനാണ് ഞാൻ വന്നത്. നോട്ട് ടു പ്രൈസ് ഹിം, ഇദ്ദേഹത്തെ പുകഴ്ത്താനല്ല. പറയുന്നത് അങ്ങനെയാണെങ്കിലും ആക്ച്വലി ശരിക്കും പ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലേ. സോ അവിടെ വെർബൽ ഐറണിയാണ് ഒന്ന്. രണ്ട്, ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ഇത് ഇടയ്ക്കിടെ പറയുന്നുണ്ട്, ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും അവിടെ ആ ഒരു ടോണിൽ മാറ്റമുണ്ട്. ഈസ് എൻ ഓണറബിൾ മാൻ, അത് അത്ര ഓണറബിൾ അല്ല, കണ്ണിങ് ആണെന്നുള്ള, കൗശലക്കാരനാണെന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ മീനിങ് എന്താ? ഡിസ്പ്രൂവ്, എതിർക്കുക. ബ്രൂട്ടസ് പറഞ്ഞതിൽ എതിർക്കാനല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ബ്രൂട്ടസ് പറഞ്ഞത് എതിർക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ ബ്രൂട്ടസ് പറഞ്ഞതിനെ എതിർക്കുകയാണ് മാർക്ക് ആൻ്റണി ചെയ്യുന്നത്. സോ ഇതൊക്കെ എന്താണ്? വെർബൽ ഐറണിക്ക് എക്സാമ്പിൾസ് ആണ്. താഴെ നോക്കൂ, മെറ്റഫർ ഉണ്ട്. മെറ്റഫറിന് ബ്രൂട്ടിഷ് ബീസ്, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കഫീൻ ദർ വിത്ത് സീസർ. ഇതൊക്കെ എന്താണ്? മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. അലിട്രേഷനായിട്ട് ബ്രൂട്ടിഷ് ബീസ്, സ്റ്റേണസ് സ്റ്റഫ്, ഹി വാസ് മൈ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ. ഇതൊക്കെയാണ് അലിട്രേഷൻ. ഹൈപ്പർബെലി, ഹൈപ്പർബെലി ആണ് ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഓവറാക്കിയിട്ട് ഒരുപാട് കയറ്റി കൂട്ടി പറയാം. അതാണ് മൈ ഹാർട്ട് ഈസ് ഇൻ ദ കഫീൻ ദർ വിത്ത് സീസർ. എൻ്റെ ഹൃദയം അവിടെ സീസറിൻ്റെ ഒപ്പമാണ്. ഭാഗമൊക്കെ എന്താണ്? ഹൈപ്പർബെലിയാണ്. അപ്പോൾ ഈ ഫിഗർ ഓഫ് സ്പീച്ചും പോയിട്രി ഡിവൈസൊക്കെ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ എന്താണ് ഐറണി, എന്താണ് മെറ്റഫർ, എന്താണ് അലിട്രേഷൻ, ഹൈപ്പർബെലി എന്നറിയാത്തവർക്ക് ആ വീഡിയോസ് കാണട്ടോ. ഓക്കെ, അപ്പോൾ പ്ലേലിസ്റ്റുകളും പോയാൽ മതി, അവിടെയൊക്കെ അത് കാണാൻ പറ്റും. ഇനി അടുത്ത് റെപ്പിറ്റേഷൻ ഉണ്ട്.
എവിടെ നോക്കൂ, ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് ambitious. ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്, സോ റെപ്പറ്റീഷനാണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. അതും എന്താണ്, റെപ്പറ്റീഷനാണ്. ദെൻ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്, ഒരു സ്പെഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്, ഡിഡ് ദിസ് ഇൻ സീസർ സീം ആംബിഷ്യസ്? അതുപോലെ തന്നെ വാട്ട് കോസ് വിത്ത് ഹോൾസ് യു ദെൻ ടു മോൺ ഫോർ ഹിം? ഇതൊക്കെ എന്താണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ഷോർട്ട്, മാർക്ക് ആൻ്റണീസ് സ്പീച്ച് അണ്ടർസ്കോർസ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻസ്, അടിവരയിടുന്നു എന്നാ. ഹൗ എലക്വൻസ് ആണ് വാക്മിത്വം, നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, സ്പീച്ച് ഡെലിവറി ചെയ്യാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്. ക്യാൻ ഇൻഫ്ലുവൻസ് ആൻഡ് ചേഞ്ച് പീപ്പിൾസ് ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻസ്. ആൾക്കാരുടെ ഫീലിങ്സും ഇമോഷൻസും അതുപോലെ തന്നെ ഒപ്പീനിയൻസ്, അഭിപ്രായമൊക്കെ എങ്ങനെയാണ് നല്ലൊരു അടിപൊളി സ്പീച്ചിലൂടെ മാറ്റാൻ കഴിയുക എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു സ്പീച്ച്. സോ ഇതിവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ. സോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.